മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പം നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് കുറച്ച് ക്ലാസ്സുകളായി പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള കഴിഞ്ഞ ഒന്നോ രണ്ടോ ക്ലാസ്സുകളിൽ എടുത്തിട്ടുള്ളത് നമുക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ്. അതായത് അതിൻ്റെ ശൈലിയിൽ വ്യത്യാസമുണ്ട്. നമുക്ക് വർക്ക് ചെയ്യുന്നതിൽ മാറ്റമില്ലെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള മെത്തേഡ് വ്യത്യാസമുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ചെറിയ പാറ്റേണിലൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ ചെയ്തു വന്നിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് കോസ്റ്റ് ഷീറ്റിൻ്റെ മെത്തേഡാണ്. അതായത് ആദ്യം പ്രൈമറി ആയിട്ടുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്നു, പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. പ്രൈം കോസ്റ്റിനോടുകൂടി ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുന്നു, അപ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നു. ഫാക്ടറി കോസ്റ്റിനോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്നു, അപ്പോൾ എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടുകൂടി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആഡ് ചെയ്യുന്നു, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ദെൻ സെയിൽസ് പ്രൈസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് അടക്കം നമുക്ക് കോസ്റ്റ് ഷീറ്റ് പോലെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്കിപ്പോൾ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഡിഫറെൻ്റ് ആക്ടിവിറ്റി ലെവലിൽ അതിൻ്റെ പ്രോഫിറ്റ് കൂടി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുള്ളത്, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പോലെ തന്നെ ഒരു വ്യത്യാസമുള്ളത്, ഈ പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ് അങ്ങനെയുള്ള ആ പാറ്റേണിൽ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് തന്നിട്ടുള്ളത് ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പാറ്റേണിൽ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? മാത്രമല്ല നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും അറിയാതെ ഒരിക്കലും തന്നെ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസ് അറിയാതെ ഒരിക്കലും തന്നെ പ്രൈം കോസ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ എടുത്ത പാറ്റേൺ അല്ല, അല്ലെങ്കിൽ അവിടെ ചെയ്തിട്ടുള്ള പാറ്റേൺ അല്ല പിന്നെ ചെയ്യുന്നു. ഇനി നമ്മൾ പാറ്റേൺ എന്ത് ചെയ്യാൻ കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അതുകൂടി കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്താലാണ് ഈസി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. കാരണം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യേണ്ടതുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ടോപ്പിക്ക് അതായത് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇല്ലസ്ട്രേഷൻ 14 ആണ്. പഴയ ബുക്കിൽ പേജ് നമ്പർ 418. പഴയ ബുക്ക് ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. അല്ലാത്ത പുതിയ ബുക്കിൽ നമുക്ക് പിന്നീട് ഞാൻ പറഞ്ഞുതരാം ഏതാ പേജ് നമ്പർ എന്നുള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇത് നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് പ്രൈം കോസ്റ്റ് കണ്ട്, ഫാക്ടറി കോസ്റ്റ് കണ്ട്, എന്താണ് അങ്ങനെ ഒരു കോസ്റ്റ് എലിമെന്റ്സ് ഓഫ് കോസ്റ്റിന്റെ ബേസിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റിയ ക്വസ്റ്റ്യൻ അല്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഫിക്സഡ് എക്സ്പെൻസ്, സെമി വേരിയബിൾ, വേരിയബിൾ അങ്ങനെ പോകുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതും ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ ഇവിടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഒരു പ്രത്യേക മാനുഫാക്ചറിങ് കമ്പനിയുടെ റെക്കോർഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഞാൻ വായിക്കാം. The following data are taken from the manufacturing records of a company for an year. Fixed expenses നമുക്ക് തന്നിട്ടുള്ളത് ഇൻ തൗസൻഡ്സിലാണ്. അതായത് എല്ലാ ഫിക്സഡ് എക്സ്പെൻസും തൗസൻഡ്സിലാണ്. അത് റുപ്പീസ് ഇൻ തൗസൻഡ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസസ് ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഡിപ്രീസിയേഷൻ 100 എന്ന് പറയുന്നത് തൗസൻഡ്സ് 30 കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ 1 lakh ആണ് വരിക. ഞാൻ അങ്ങനെ പറയുന്നില്ല. 100. റെന്റ് ആൻഡ് റേറ്റ്സ് 120. വേജസ് ആൻഡ് സാലറീസ് 80. ആ ഫിക്സഡ് എക്സ്പെൻസ് തന്നെ 300 ആണ് വരുന്നത്. ടോട്ടൽ 300 ആണ് വരുന്നത്. സെമി വേരിയബിൾ എക്സ്പെൻസസ് അറ്റ് 50% കപ്പാസിറ്റി. അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സെമി വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 50% കപ്പാസിറ്റിയിലാണ്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് 70. ഇൻഡയറക്റ്റ് ലേബർ 80.
ദെൻ വേരിയബിൾ എക്സ്പെൻസസ് അതും 50% കപ്പാസിറ്റിയിലാണ്. മെറ്റീരിയൽ 250, ലേബർ 250, ടോട്ടല് 530. അല്ല, ലേബർ 280 ആണ്, അങ്ങനെയാണ് 530 വരുന്നത്. അസ്യൂം ദാറ്റ് ഫിക്സഡ് എക്സ്പെൻസസ് റിമെയിൻ കോൺസ്റ്റന്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. Semi-variable expenses remain constant between 45% and 65% of capacity, comma, increase by 10% between 65 and 80% capacity, and 20% between 80 and 100% capacity. Sales of various levels are capacity 60% capacity sales 10 lakhs ആണ്. 75% കപ്പാസിറ്റി സെയിൽസ് 12 ലാക്ക് ആണ്. 90% കപ്പാസിറ്റി സെയിൽസ് 15 ലാക്സ് ആണ്. 100% കപ്പാസിറ്റി സെയിൽസ് 17 ലാക്ക് ആണ്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രിപ്പയർ എ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഫോർ ദ ഇയർ ആൻഡ് ഫോർകാസ്റ്റ് ദ പ്രോഫിറ്റ് അറ്റ് 60%, 75%, 90% ആൻഡ് 100% എന്നാണ്. മനസ്സിലായാലോ? ഈ വർഷത്തെ ഒരു എന്ത് ചെയ്യണം? ബഡ്ജറ്റ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ചെയ്യണം. എന്ത് ചെയ്തിട്ട്? ഫോർകാസ്റ്റ് ചെയ്യണം. 60%, 75%, 90%, 100% എത്രയാണ് വരുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ഫോർകാസ്റ്റ് ചെയ്ത് ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വരയ്ക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് പെർ യൂണിറ്റ് ഒന്നും വരയ്ക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. 2 പെർ യൂണിറ്റ് കോസ്റ്റ് അല്ല നമുക്ക് തന്നിട്ടുള്ളത്. 2 കാരണങ്ങൾ കൊണ്ടും നമുക്ക് എന്ത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പെർ യൂണിറ്റ് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതേസമയം പെർ യൂണിറ്റ് കോസ്റ്റ് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലെ പെർ യൂണിറ്റ് കോളം നമുക്ക് ഒഴിവാക്കിയിട്ട് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇവിടെ നമുക്ക് 4 കോളത്തിൽ ഒതുക്കി വരയ്ക്കുകയാണ് ഏറ്റവും ബെറ്റർ. പെർ യൂണിറ്റ് കോളം ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൃത്യമായിട്ട് അറിയണമെന്നില്ല. ഇപ്പോൾ പല കേസുകളിലും സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്പാസിറ്റി വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം, ഇത് ചെയ്യാൻ. 1. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇവിടെ അതിന് ഇടയ്ക്കൊരു പാരഗ്രാഫ് ഉണ്ട്. അസ്യൂം ദാറ്റ് ഫിക്സഡ് എക്സ്പെൻസസ് റിമെയിൻ കോൺസ്റ്റന്റ് ഫോർ ഓൾ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി സെമി വേരിയബിൾ എന്ത് ചെയ്യുന്നു? സെമി വേരിയബിൾ എക്സ്പെൻസസ് റിമെയിൻ കോൺസ്റ്റന്റ് ബിറ്റ്വീൻ 45 ആൻഡ് 65% കപ്പാസിറ്റി. 65 വരെ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ അർത്ഥം 75ലേക്ക് വ്യത്യാസം വരുന്ന അർത്ഥം. ഇൻക്രീസ് ബൈ 10% ബിറ്റ്വീൻ 65 to 80. അപ്പൊ 75%-ല് നമ്മൾ എന്ത് ഇൻക്രീസ് ചെയ്ത് എഴുതണം? സെമി വേരിയബിൾ കോസ്റ്റിനെ 10% ഇൻക്രീസ് വരും. Then and by 20% between 80 and 100%. 80 and 100% എന്ന് പറയുമ്പോൾ 80 and 100%-ൽ ഇടയ്ക്ക് വരുന്നത് എന്താണ്? 2 കപ്പാസിറ്റികൾ വരുന്നുണ്ട്. 90 വരുന്നുണ്ട്, 100 വരുന്നുണ്ട്. അപ്പൊ രണ്ടിനും എന്താണ് അവിടെ ഉള്ളത്? 20%. ബേസിക്കിൽ നിന്ന് 20% എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അത്രയാണ് അവിടെ പറയാനുള്ളത്. പിന്നെ ഉള്ളത് നമുക്ക് ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് കണ്ടുപിടിക്കുക. പിന്നുള്ളത് വേരിയബിൾ ആണ്. വേരിയബിളിന് വലിയ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഒരു സെയിൽസ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രിപ്പയർ എ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഫോർ ദ ഇയർ ആൻഡ് ഫോർകാസ്റ്റ് ദ പ്രോഫിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. പ്രോഫിറ്റ്സ് കാണണം എന്നുള്ള കാരണം കൊണ്ടാണ് നമുക്ക് ഓരോ കപ്പാസിറ്റി ലെവലിൻ്റെയും എന്ത് തന്നിട്ടുള്ളത്? സെയിൽസ് തന്നിട്ടുള്ളത്. അതല്ലാതെ വേറെ അതിൽ വ്യത്യാസമില്ല. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടുക ഫിക്സഡ് കോസ്റ്റും സെമി വേരിയബിൾ കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടി കൂട്ടിയാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ആ ടോട്ടൽ കോസ്റ്റ് കഴിഞ്ഞ് പ്രോഫിറ്റ് എഴുതാനുള്ള അല്ലെങ്കിൽ ലോസ് എഴുതാനുള്ള സ്പേസ് വിടുക. അത് കഴിഞ്ഞ് സെയിൽസ് എഴുതി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഒരു അഡ്വാൻസ്ഡ് പ്രോബ്ലം ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒന്നും മിക്കവാറും വരില്ല എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും വന്നാൽ തന്നെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, ഈസിയാണ്. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക് അല്ല. അപ്പോൾ എന്താണ്
അതിലേക്ക് നമുക്ക് പോവാം, എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ തന്നിട്ടുള്ള 50% കപ്പാസിറ്റിയിലാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? 60, 75, 90, 100 എന്നുള്ള പെർസെൻറ്റേജ് കപ്പാസിറ്റിയിലേക്ക് മാറ്റി അത് വർക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും ബോർഡിൽ ഞാനത് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 60% കഴിഞ്ഞാൽ പിന്നെ 75% ആണ്, പിന്നെ 90%, പിന്നെ 100%. ഈ 4 ആക്ടിവിറ്റി ലെവലിലാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് 50%-ലാണ്, 50%-ത്തിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 50% വരച്ചിട്ടില്ല. 50% കൂടി വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. എന്താ കാരണം വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് നേരിട്ട് എഴുതാൻ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് 50% വെറുതെ വരയ്ക്കാതിരുന്നതല്ല, അല്ലെങ്കിൽ ബോർഡിൽ സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് വരയ്ക്കാതിരുന്നതല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പ്രോഫിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പ്രോഫിറ്റ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് തന്നാൽ ആണ് കാണാൻ സാധിക്കുള്ളൂ. സെയിൽസ് തന്നിട്ടുള്ളത് 60-ൻ്റെയും 75-ൻ്റെയും 90-ൻ്റെയും 100-ൻ്റെയാണ്. അപ്പോൾ ഈ കപ്പാസിറ്റി ലെവലിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? പ്രോഫിറ്റ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാത്രം വരച്ചാൽ മതി എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ 50 വരച്ച് നമ്മൾ പകുതിയാക്കി നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ 60-ഉം 75-ഉം 90-ഉം 100-ഉം വരച്ചത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡ് ലാസ്റ്റ് പ്രോബ്ലം എങ്ങനെ ചെയ്തുവോ അതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള മെത്തേഡ് ഏതാണോ ആ മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ. തന്നിട്ടുള്ള മെത്തേഡിൽ മാത്രമാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഫിക്സഡ് എക്സ്പെൻസസ്, സ്ഥലം നമുക്ക് വളരെ കുറവാണ്, അതുകൊണ്ട് അവിടെ തന്നെ ഞാൻ ഡിപ്രീസിയേഷൻ എഴുതുന്നു. ഡിപ്രീസിയേഷൻ അല്ല, ഏത് എമൗണ്ട് ആയാലും ഇവിടെ തന്നിട്ടുള്ളത് 100 അത് റുപ്പീസ് ഇൻ തൗസൻഡ്സ് ആണ്. 3 0 കുറച്ചിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 0 കൂട്ടുമ്പോൾ 1 lakh ആവും. 1 lakh എഴുതുക. അതിൽ 50% കപ്പാസിറ്റിയിലാണ് 1 lakh തന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാത്തിലും എന്തായിരിക്കും? 50% കപ്പാസിറ്റിയിൽ 1 lakh തന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കപ്പാസിറ്റിയിലും അത് തന്നെയായിരിക്കും. എന്താ കാരണം? ഫിക്സഡ് ആണ്. അപ്പോൾ ഇവിടെയും 60% 1 lakh, ഇവിടെ 1 lakh, ഇവിടെ 1 lakh, ഇവിടെ 1 lakh. ഡിപ്രീസിയേഷൻ കഴിഞ്ഞാൽ അടുത്ത ഐറ്റം റെൻ്റ് ആൻഡ് റേറ്റ്സ് ആണ്. റെൻ്റ് ആൻഡ് റേറ്റ്സ് നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് 120 ആണ്. 3 0 ചേർക്കുമ്പോൾ 1,20,000. അത് 50%-ലാണ്. അത് ഇവിടെയായാലും അങ്ങനെ തന്നെ വരുന്നു. കാരണം ഫിക്സഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് കേട്ടോ. ആദ്യം തന്നെ ഫിക്സഡ് ആയതുകൊണ്ട് പെട്ടെന്ന് എഴുതി പോകാൻ പറ്റും. റെൻ്റ് ആൻഡ് റേറ്റ്സ് ഫിക്സഡ് ആയതുകൊണ്ട് എല്ലാ കോളത്തിലും സെയിം എമൗണ്ട് വന്നു. ഡിപ്രീസിയേഷൻ അതുപോലെ തന്നെ. അടുത്ത് വേജസ് ആൻഡ് സാലറീസ്. വേജസ് ആൻഡ് സാലറീസ് എന്ന് പറയുന്നത് എമൗണ്ട് വരുന്നത് 80 ആണ്. അപ്പോൾ 3 0 കൂട്ടിയാൽ 80,000 ആണ്. അത് 50%-ലാണ്. ഇവിടെയും നമുക്ക് അത് തന്നെയാണ്, എല്ലാ കപ്പാസിറ്റിയിലും അത് കറക്റ്റാണ്, അല്ലെങ്കിൽ സെയിം ആണ്. 80,000. അപ്പോൾ അതോടുകൂടി ഫിക്സഡ് കഴിഞ്ഞു.
ഇത് നമുക്ക് വേണമെങ്കിൽ രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഇത് ആഡ് ചെയ്തിട്ട് ചെയ്യാം, അത് ആഡ് ചെയ്യാതെയും ചെയ്യാം. ഫിക്സഡും വേരിയബിളൊക്കെ ആഡ് ചെയ്യാതെയും ചെയ്യാം. ടെക്സ്റ്റിൽ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആഡ് ചെയ്യാതെ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് സെമി വേരിയബിൾ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇവിടെ ഹെഡിങ് കൊടുത്തു. ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എ കൊടുക്കുക, ഇതിന് ബി കൊടുക്കുക, അതിന് സി കൊടുക്കുക, എ പ്ലസ് ബി പ്ലസ് സി എന്ന് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സെമി വേരിയബിൾ എക്സ്പെൻസസ്, അതിലൊന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. ഇനി നന്നായിട്ട് കുട്ടികളൊന്ന് ക്വസ്റ്റ്യൻ നോക്കണം. കാരണം ആ മിഡിൽ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കണം. അസ്യൂം ദാറ്റ് ഫിക്സഡ് എക്സ്പെൻസസ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എഴുതിയത്, എല്ലാത്തിലും സെയിം എമൗണ്ട് വരാനുള്ള കാരണം. അത് കഴിഞ്ഞു. രണ്ട് സെമി വേരിയബിളാണ്. സെമി വേരിയബിൾ എക്സ്പെൻസസ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ബിറ്റ്വീൻ, ഞാനിവിടെ ഒന്ന് എഴുതി വയ്ക്കുന്നുണ്ട്, കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. ബിറ്റ്വീൻ 45 ആൻഡ് 65% കപ്പാസിറ്റി. ഇത് കോൺസ്റ്റൻ്റ് ആണ്. അവിടെ ആ കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യുന്നു? റിമെയിൻ കോൺസ്റ്റൻറ്റ് ബിറ്റ്വീൻ 45 ആൻഡ് 65% ഓഫ് കപ്പാസിറ്റി. ദെൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ബൈ 10%. 10% ഇൻക്രീസ് വരുന്നു ബിറ്റ്വീൻ 65 ആൻഡ് 85 കപ്പാസിറ്റി. ആൻഡ് 80 കപ്പാസിറ്റിയാണ്. 65 ആൻഡ് 80% കപ്പാസിറ്റിയാണ്, 85 അല്ല. ആൻഡ് ബൈ 20% ബിറ്റ്വീൻ 80 ആൻഡ് 100%. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള 50% കപ്പാസിറ്റിയിൽ സെമി വേരിയബിൾ ആണ്. അറ്റ് 50% കപ്പാസിറ്റിയിൽ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസിന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 70 + 30, അപ്പോൾ എത്രയാണ്? 70,000 ആണ്. ഇതാണ് എമൗണ്ട്. ഇത് 50% കപ്പാസിറ്റിയിൽ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇത് കൃത്യമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? 45 to 65 കോൺസ്റ്റൻ്റ് ആണ്. 45 to 65 കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കിവിടെ 60 ഒരു കോളം വരുന്നുണ്ട്, 60%. അപ്പോൾ ഏത് എമൗണ്ട് തന്നെയായിരിക്കും? 45 to 65 കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് 50%ലാണ്. ഈ എമൗണ്ട് എന്ന് പറയുന്നത് 50%. ഈ 70,000 എന്ന് പറയുന്നത് 50%. അപ്പോൾ അത് 45 മുതൽ 65 വരെ കോൺസ്റ്റൻ്റ് ആണ്. നോ ചേഞ്ച്. അപ്പോൾ 60 എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? അതിൽ മാറ്റം ഉണ്ടാവില്ല. 60 എന്ന് പറയുന്നത് 60%-ൽ എത്ര തന്നെയായിരിക്കും? 70,000 തന്നെയായിരിക്കും. അതിവിടെ എഴുതി വയ്ക്കാൻ ധൈര്യമായിട്ട്. കാരണം 45 to 65 അതിൽ യാതൊരു മാറ്റവും വരില്ല. 45 മുതൽ 65% വരെ കോൺസ്റ്റൻ്റ് ആണ്, അതിൽ മാറ്റില്ല. രണ്ടാമത്തെ കേസ് നോക്കുക. അടുത്ത കേസ് 10% വ്യത്യാസമുണ്ടാകും. ഏത് മുതൽ? 65 to 80. 65 to 80 നമുക്കൊരു കോളുണ്ട്. എത്രയാണ്? 75 ആണ്. 75%ലേക്ക് വരുമ്പോൾ എത്ര വരും? 10% ഇൻക്രീസ് വരും. 10% എന്തിൻ്റെയാണ്? 70,000-ൻ്റെ 10% ഇതിൻ്റെയാണ്. അല്ലേ? ഇതിൽ നിന്നാണ് വ്യത്യാസം വരിക. കാരണം എന്താ? ഓരോ
ഓരോ ഗ്രേഡ് കൂടുക അല്ലെങ്കിൽ ഓരോ പെർസെൻറ്റേജിലും ബേസിക് ആയിട്ടുള്ള എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ എന്താണ് ലാസ്റ്റുള്ള എമൗണ്ടിൻ്റെ മുകളിലാണ് നമുക്ക് എന്ത് തരുന്നത്, അല്ലെങ്കിൽ ഈ എമൗണ്ടിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, വ്യത്യാസം വരുന്നത്. 45 to 65 കോൺസ്റ്റൻ്റ് ആണ്, ഇതാണ്. അത് കഴിഞ്ഞാൽ 10%. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ കാണേണ്ടത് 10% എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതി വയ്ക്കാം, അവിടെ നമുക്ക് 70 പ്ലസ് 10%, 70,000-ൻ്റെ 10% 7,000, അപ്പോൾ 77,000, 77. അടുത്ത കോളത്തിൽ വരുമ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് 65 കഴിഞ്ഞു, 80 കഴിഞ്ഞു, ഇനി അടുത്തത് 90 അപ്പോൾ അവിടേക്ക് വരുമ്പോൾ 20% ആണ് ഇൻക്രീസ് വരുന്നത്, അല്ലേ? അവിടെ 20%. 20% എന്ന് പറയുമ്പോൾ 70,000-ൻ്റെ 20%. 20% എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 20% എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം 7,000-ൻ്റെ 10%, 70,000-ൻ്റെ 10% 7,000, പിന്നെ 10%, അപ്പോൾ 14,000 രൂപയാണ് വരിക, 14,000, അല്ലേ? അപ്പോൾ 70,000 പ്ലസ് 14,000 ഇതാണ്, അപ്പോൾ 84,000. ഇതാണ് എവിടെ വരേണ്ടത്? 80 മുതൽ 90 വരെ. 80 മുതൽ 90 വരെ നമുക്ക് 2 കോളംസ് ഉണ്ട്. ഏതാണ്? ഒന്ന് 80 മുതൽ 100 വരെ, 90 വരെ അല്ല, 80 മുതൽ 100 വരെ നമുക്ക് 2 കോളംസ് ഉണ്ട്. ഒന്ന് 90%, ഒന്ന് 100%. അവിടെ 2 കോളങ്ങളിലും വരുന്നത് എത്രയാണ്? 84,000 ആണ്. ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതി വയ്ക്കുന്നുണ്ട് 84,000, 84,000, 84,000. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഒന്നുകൂടി പറയാം, മായ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ 45 to 65 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. 45 to 65 നമുക്ക് ഒരു കോളം ഉണ്ട്. 50-ലാണ് നമുക്ക് തന്നിട്ടുള്ളത് 70,000 ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു കോളം ഉണ്ട്. ദെൻ 45 to 65 70,000 ആണെങ്കിൽ അടുത്തത് 65 to 80. 65 to 80-ൽ നമുക്ക് ഒറ്റ കോളേ ഉള്ളൂ. അവിടെ 10% ഇൻക്രീസ്. അപ്പോൾ 70,000-ൻ്റെ 10% കൂട്ടി 77,000 വന്നു. ദെൻ അടുത്തത് 20% ഇൻക്രീസ് വരുന്നത് 80 to 100 ആണ്. 80 to 100-ൽ നമുക്ക് 2 കോളം ഉണ്ട്, ഒന്ന് 90-യും ഒന്ന് 100-ഉം. അവിടെ 20% ആണ്. അപ്പോൾ 70,000-ൻ്റെ 20% എന്ന് പറയുമ്പോൾ 14,000. അപ്പോൾ 70,000 പ്ലസ് 14,000 84,000 വരും. ആ 84,000 ആണ് നമ്മൾ എവിടെ എഴുതിയത്? 90%-ലും ദെൻ 100%-ലും എഴുതിയത്. ഇത് തന്നെയാണ് എല്ലാ സെമി വേരിയബിൾ എക്സ്പെൻസസിനും വരുന്ന മാതൃക. അപ്പോൾ ഞാനതുകൊണ്ട് ഇവിടെ പകുതി മാച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാനിത് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. നമുക്കൊരു കാര്യം കൂടി എഴുതാണ്ട്, അടുത്ത് സെമി വേരിയബിൾ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കാം. അപ്പോൾ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് കഴിഞ്ഞാൽ അടുത്തത് വേണ്ടത്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് കഴിഞ്ഞാൽ ഒരു ഐറ്റം കൂടി ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ. അപ്പോൾ അത് എഴുതി, ഇൻഡയറക്റ്റ് ലേബർ. അതിനൊക്കെ കണ്ടീഷൻ തന്നെയാണ് കേട്ടോ. ഇൻഡയറക്റ്റ് ലേബർ എഴുതി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അതിൻ്റെ എമൗണ്ട് നോക്കാം. ഇൻഡയറക്റ്റ് ലേബർ 80 ആണ് തന്നിട്ടുള്ളത്. 80 അതിൻ്റെ 3 0 കൂടി കൂട്ടിയാൽ 80,000. ഇത് 50% കപ്പാസിറ്റിയിൽ. ആദ്യത്തെ 45 to 65-ൽ നമുക്കൊരു കോളം ഉണ്ട്, അതിൽ മാറ്റമില്ല, അതിൽ ധൈര്യമായിട്ട് എഴുതി വയ്ക്കാം. നമുക്ക് എത്ര തന്നെയാണ്? 80,000 തന്നെ, അതിൽ മാറ്റില്ല. അപ്പോൾ 50-ലും 60-ലും സെയിം എമൗണ്ട്. അടുത്തത് 10% ഇൻക്രീസ് 65 to 80-ൽ ഒരു കോളം ഉണ്ട്. അപ്പോൾ എത്രയാണ്? 10% എന്ന് പറയുമ്പോൾ 8,000 ആണ്. അപ്പോൾ 88,000. അടുത്ത കോളത്തിൽ 20%. അപ്പോൾ എൻ്റെ 16,000 ആണ് കൂടുതൽ വരിക. അപ്പോൾ 96,000 വരും. അത് 2 കോളത്തിൽ അങ്ങനെ തന്നെ. ഞാൻ വീണ്ടും ഇത് പറയുന്നില്ല. അതായത് ഇവിടെ 80,000-ൻ്റെ കൂടെ ഇതിൻ്റെ 20% എന്ന് പറയുമ്പോൾ 8,000 പ്ലസ് 8,000 16,000. അങ്ങനെ വരുമ്പോൾ ഇവിടെ 96,000 വരും. ഈ 96,000 ആണ് ഏത് കോളങ്ങളിൽ വരിക? 90%-ലും അതുപോലെ തന്നെ
100%-ലും എത്ര തന്നെയാണ് 96. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇത് കഴിഞ്ഞു. ഏത്? സെമി വേരിയബിൾ കഴിഞ്ഞു. അപ്പോൾ ഞാനിത് മായ്ക്കുകയാണ്. സെമി വേരിയബിളിൻ്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതായത് അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് ഫിക്സഡ്, ദെൻ ഇറ്റ് ഈസ് വേരിയബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഇവിടെ നമ്മൾ കണ്ടത്. അടുത്ത് എന്ത് ചെയ്യാം? അടുത്ത് ഇനി സെമി വേരിയബിൾ കഴിഞ്ഞാൽ വേരിയബിൾ എക്സ്പെൻസസ്. വേരിയബിൾ എക്സ്പെൻസസ് അതിലാദ്യം തന്നെ എഴുതി രണ്ടായിട്ടാണ് തന്നിട്ടുള്ളത്. മെറ്റീരിയൽ, മെറ്റീരിയലിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് 250 ആണ്, 250 അല്ലേ? അപ്പോൾ ഞാനിവിടെ നിന്ന് എഴുതുന്നുണ്ട്, 250 ആണ് തന്നിട്ടുള്ളത്. നമുക്കൊരു 3 0 കുറവ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ 2.5 ലക്ഷം. ഇതാണ് 50% കപ്പാസിറ്റി. 50% കപ്പാസിറ്റി 2,50,000 ആണെങ്കിൽ 100% കപ്പാസിറ്റി മുഴുവൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടിയാണ്. 50% 2.5 ലക്ഷം ആണെങ്കിൽ ഫുൾ ക്വാളിറ്റി അല്ലെങ്കിൽ ഫുൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5 lakh ആണ്. അപ്പോൾ ഫുൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 5 ലക്ഷമാണ് ഫുൾ ക്വാണ്ടിറ്റി എങ്കിൽ ഇതിൻ്റെ 60%, ഇതിൻ്റെ 75%, ഇതിൻ്റെ 90%. 100% ഇപ്പം നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഇതാണല്ലോ 100% അല്ലേ? 60% എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? 50,000 × 6, 6 30, അപ്പോൾ 3 lakh. എഴുപത്തഞ്ചാണെങ്കിലോ? 75 നമ്മൾ ഇവിടെ 2 0 വെട്ടി 5000. 5000 × 75 എന്ന് പറയുമ്പോൾ എത്ര വരിക? 3,75,000. അടുത്തത് എത്രയാണ്? 90 ആണ് അല്ലേ? 90% എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വരിക. ഇവിടെ 90 ആണെങ്കിൽ എന്താ വരിക? ഇത് പോയി 45, 4,50,000. ഇത്രയുള്ളൂ. ഭയങ്കര സിമ്പിളാണ്. 100% എന്ന് പറയുന്നത് തന്നെ 5 lakh തന്നെ. അപ്പോൾ ഇവിടെ 5 lakh. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് അത്. അടുത്തത് ഞാനത് മായ്ക്കുന്നുണ്ട്, കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് 50%-ന് തന്ന കാരണം കൊണ്ടാ നമുക്ക് തന്നിട്ടുള്ളതൊരു 33% ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു 60 അല്ലെങ്കിൽ എന്താണ് 70% ആണ് തന്നിട്ടുള്ളെങ്കിൽ അതിനെ ഗ്രോസ് അപ്പ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് പകുതി ആയതുകൊണ്ടാണ് ഇരട്ടി കണ്ടത്. അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ ഗ്രോസ് അപ്പ് ചെയ്തിട്ട് സുഖമായിട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അടുത്ത മെറ്റീരിയൽ കഴിഞ്ഞാൽ അടുത്തുള്ളത് ലേബറാണ്. ലേബറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ലേബർ എമൗണ്ട് 280 ആണ്. 280 ആണ് ലേബറിൻ്റെ എമൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി അതന്നെ കൂട്ടിയാൽ മതിയല്ലോ. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 560 ഇരട്ടി. അപ്പോൾ ഫുൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് 560. വേണ്ട, അവിടെ എഴുതി വയ്ക്കാം 280. ഇതാണ് 50%. അപ്പോൾ അതിൻ്റെ ഡബിള് എന്ന് പറയുന്നത് ഒരു 280 കൂടി കൂട്ടുക. അപ്പോൾ ഇതാണ് 100%. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 560 5,60,000 × 60/100 എത്രയാണ് വരിക? 30, 3,36,000.
3,36,000. അടുത്തത് 5,60,60,000 ഇൻറ്റു 75%, 75%. ദാറ്റ് ഈസ് 4,20,000. അടുത്തത് 75 കഴിഞ്ഞാൽ പിന്നെ 90%. 5,60,60,000 ഇൻറ്റു 90/100. അതിന് കിട്ടുന്നത് 5,04,000. 5,04,000. ലാസ്റ്റ് കോളത്തിൽ എഴുതേണ്ട ബുദ്ധിമുട്ട് നമുക്ക് വരില്ല, അല്ലെങ്കിൽ എഴുതണം, പക്ഷേ എമൗണ്ട് കണ്ടുപിടിക്കേണ്ട ബുദ്ധിമുട്ടില്ല. 5,60,000. ഇതാണ് ടോട്ടൽ, അല്ലെങ്കിൽ 100%. 5,60. നമുക്കിത് മാറ്റി കളയാം. ലേബറിൻ്റെ എമൗണ്ട് കഴിഞ്ഞു. ഇനി അപ്പോൾ വേരിയബിളും കഴിഞ്ഞു. ഇനി വേറെ എക്സ്പെൻസുകളൊന്നുമില്ല, വേറെ പ്രത്യേകിച്ച് എക്സ്പെൻസൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആഡ് ചെയ്യാം. ആഡ് ചെയ്തൊക്കെ കൂടി കൂട്ടിയേ വേണ്ടൂ കേട്ടോ, വേറെ ഒന്നും വേണ്ട. ആദ്യത്തേന് 10,86,000. $10,86,000. അടുത്ത് 12,60,000. അടുത്തത് 14,34,000. അടുത്തത് 15,40,000. ഇതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഇതാണ് ടോട്ടൽ കോസ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് കാണേണ്ടത് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് തന്നാൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് വരും. അല്ലെങ്കിൽ സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടാവണം. സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്കിവിടെ സെയിൽസ് തന്നിട്ടുണ്ട്, ഈസിയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പ്രോഫിറ്റ് എഴുതാനുള്ള സ്പേസ് വിടാം. പ്രോഫിറ്റ് ഓർ ലോസ് എഴുതി കഴിഞ്ഞു. ഇനി സെയിൽസ് താഴെ എഴുതാം. മറിച്ച് ഇനി നമുക്ക് ഡിഫറെൻറ്റ് കപ്പാസിറ്റിയിലത്തെ സെയിൽസുകൾ തന്നിട്ടുണ്ട്. ആ സെയിൽസ് എടുത്ത് എഴുതാണ് വേണ്ടത്. 60% കപ്പാസിറ്റിയിൽ 10 lakhs ആണ്. അടുത്ത് 12 lakhs. അടുത്തത് 15 lakhs.
അടുത്തത് 17 lakhs. ഇത്രയായി കഴിഞ്ഞാൽ ഇതിനെയാണ്, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളതാണ് കേട്ടോ, സെയിൽസ് ആണ്. നമ്മൾ ടോട്ടൽ ആയതുകൊണ്ടാണ് ഡബിൾ ലൈൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ എന്തായാലും ലോസാണ്, ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം. 10,86,000 10 ലക്ഷമാണ്. അപ്പോൾ ഇവിടെ 86,000 ലോസാണല്ലോ. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുകയാണ് വേണ്ടത്, അപ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുക അല്ലേ. $86,000 ലോസാണെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇത് ലോസാണ്. അടുത്തതും 12,60,000 12 അവിടെയും ലോസാണ്, പെട്ടെന്ന് അറിയാൻ പറ്റും. അതും ലോസാണ്. അടുത്തത് ശ്രദ്ധിക്കുക, 15 ലക്ഷമാണ് കൂടുതൽ, സെയിൽസ് കൂടുതലും കോസ്റ്റ് കുറവാണ്. അവിടെ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 66,000 ആണ്. അത് പോസിറ്റീവ് ഫിഗറാണ്. 66,000 പ്രോഫിറ്റാണ്. അടുത്ത കോളത്തിൽ 1,60,000. അപ്പോൾ ഇതാണ് ലാസ്റ്റ് 2 കോളത്തിലാണ്, അതായത് 90%-ലും 100%-ലാണ് നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ. 60-ലും 75-ലും നമുക്ക് ലോസാണ് കേട്ടോ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് തരുമ്പോൾ ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ള പോലെ തന്നെ ചെയ്യണം നിർബന്ധമില്ല. അതായത് ഫിക്സഡ് ആഡ് ചെയ്ത്, സെമി വേരിയബിൾ ആഡ് ചെയ്ത്, വേരിയബിൾ എക്സ്പെൻസ് ആഡ് ചെയ്ത്, എന്നിട്ട് മൂന്നിനും ഓരോ പേര് കൊടുക്കണം. ABC എന്ന് കൊടുക്കണം. എന്നിട്ടത് ABC ടോട്ടൽ കോസ്റ്റ് A+B+C അങ്ങനെ കാണിച്ച് എഴുതണം എന്ന് തന്നെ നിർബന്ധമില്ല. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ഇത് ശ്രദ്ധിക്കണം. സെയിൽസ് തരികയാണെങ്കിൽ സെയിൽസിൽ നിന്ന് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റോ ഓർ ലോസോ നമുക്ക് കിട്ടും. ലോസ് കിട്ടുകയാണെങ്കിൽ ലോസാണെന്ന് അറിയാൻ വേണ്ടി നമ്മളത് എന്ത് ചെയ്യണം, ബ്രാക്കറ്റിൽ ഇട്ട് വയ്ക്കണം. അപ്പം അതൊരു സ്പെഷ്യാലിറ്റിയാണ് ഇതിൽ. പക്ഷേ അത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ പെർസെൻറ്റേജ് കണ്ടില്ലേ, ഇതാ ഇവിടെ വേരിയബിൾ എക്സ്പെൻസ്, അതുപോലെ തന്നെ സെമി വേരിയബിൾ, അതൊക്കെ ഈ ക്വസ്റ്റ്യനിലൊരു സ്പെഷ്യൽ കേസായിട്ട് നമുക്ക് എടുത്തു പറയാം. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ടോപ്പിക് തന്നെയാണ് കേട്ടോ. അത്രയാണ് ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രോബ്ലംസായി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അതിൻ്റെ ഡിഫറൻസസ് ഒക്കെ കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള 2 പ്രോബ്ലത്തിൻ്റെയും പ്രത്യേകത ഇവിടെ ഫിക്സഡ്, സെമി വേരിയബിൾ അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അതുവരെ നമ്മൾ പഠിച്ചത് മറ്റേ കോസ്റ്റ് ഷീറ്റിൻ്റെ ഓർഡറിലാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്ലെക്സിബിൾ ബഡ്ജറ്റിംഗ് എന്താണെന്നും എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ക്വസ്റ്റ്യൻസ് ഒക്കെ 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തു. അതിലെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നോർമൽ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഒരു കപ്പാസിറ്റിയിലെ എമൗണ്ട് തന്ന് അതിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കപ്പാസിറ്റി കണക്കാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് കോസ്റ്റുകൾ മാത്രം തന്ന്, ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് തന്ന് അതിൽ നിന്ന് ഡിഫറെൻറ്റ് ആക്ടിവിറ്റി ലെവലിൽ ബഡ്ജറ്റിംഗ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് തരുന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ ആ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. പെർ യൂണിറ്റ് കോസ്റ്റാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ആക്ടിവിറ്റി ലെവലിലും 2 കോളം വീതം പ്രൊവൈഡ് ചെയ്യണം. ഒന്ന് പെർ യൂണിറ്റ് കോളും ഒന്ന് ടോട്ടൽ കോളും. അപ്പം അത് സാധാരണ കുട്ടികൾ ചോദിക്കാറുണ്ട്, ഈ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന് ഫോർമാറ്റിൽ പെർ യൂണിറ്റ് കോളം ഉണ്ടോ? അപ്പം അതിന് പറയുന്ന കൃത്യമായിട്ടുള്ള ആൻസർ ഇതാണ്. പെർ യൂണിറ്റ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ പെർ യൂണിറ്റ് കോളം നിർബന്ധമാണ്. അല്ലെങ്കിൽ പെർ യൂണിറ്റ് കോളം ഇല്ലെങ്കിലും വിരോധമില്ല. ഇനി അതും കഴിഞ്ഞ് വേറൊരു മെത്തേഡ് തന്നത്, നമുക്ക്
പ്രൈം കോസ്റ്റോ ഫാക്ടറി കോസ്റ്റോ അങ്ങനെ തരംതിരിച്ച് എഴുതാൻ പറ്റാത്ത രീതിയിൽ ഫിക്സഡ് എക്സ്പെൻസസ്, സെമി വേരിയബിൾ എക്സ്പെൻസസ്, വേരിയബിൾ എക്സ്പെൻസസ് എന്നുള്ള ഡിവിഷനിൽ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നു. അത് ആ ഫോർമാറ്റിൽ തന്നെയാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനെ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൈം കോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അതിനുള്ള ഇൻഫർമേഷൻസ് അവിടെ തന്നിട്ടില്ല. അപ്പം അങ്ങനെ 2-3 മെത്തേഡിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ. എല്ലാം വർക്ക് ചെയ്യാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നുന്ന 2 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇന്നിവിടെ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് അതിൽ 14ാമത്തെ ക്വസ്റ്റ്യനാണ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് ഓൾഡ് സ്കീം പഠിക്കുന്ന കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിലെ 14ാമത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. For production of 10,000 units, the following are budgeted expenses. അവ 10,000 യൂണിറ്റ് ആണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ തന്നിട്ടുള്ളത് പെർ യൂണിറ്റ് ആണ്. പെർ യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കുമ്പോഴും ബഡ്ജറ്റ് വരയ്ക്കുമ്പോഴും പെർ യൂണിറ്റിൻ്റെയും ടോട്ടൽ കോളത്തിൻ്റെയും അല്ലെങ്കിൽ 2 കോളം വീതം ഓരോ ലെവലിലും പ്രൊവൈഡ് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽസ് 60 രൂപ, ഡയറക്റ്റ് ലേബർ 30 രൂപ, വേരിയബിൾ ഓവർഹെഡ്സ് 25 രൂപ, ഫിക്സഡ് ഓവർഹെഡ്സ് 15 രൂപയാണ് നമുക്ക് 10,000 യൂണിറ്റിന്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 1,50,000. ഇവിടെ ടോട്ടൽ തന്നിട്ടുണ്ട്. ടോട്ടൽ തന്നിട്ടില്ലെങ്കിലും അതിൻ്റെ മീനിങ് അങ്ങനെയാണ്, അങ്ങനെ തന്നെ വായിക്കാൻ പാടുള്ളൂ. വേരിയബിൾ എക്സ്പെൻസസ് അത് ഡയറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 5 ആണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. വേരിയബിൾ എക്സ്പെൻസ് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ടതാണ്, 5 രൂപയാണ്. സെല്ലിംഗ് എക്സ്പെൻസസ് അതൊരു 10% ഫിക്സഡ് ആണ്, 15 രൂപ. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് അതിൽ 50,000 റിജിഡ് ഫോർ ഓൾ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 50,000 റിജിഡ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്, മനസ്സിലായല്ലോ. അവിടെ ഫിക്സഡ് എന്ന് പറയുന്നതിന് പകരം റിജിഡ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതുപോലെ എക്സാമിനേഷനൊക്കെ ചോദിച്ച ക്വസ്റ്റൻ ആയിരിക്കാം കേട്ടോ. റിജിഡ് എന്ന് പറഞ്ഞാൽ അതിൽ മാറ്റമില്ല, ചേഞ്ച് ഇല്ലാത്ത, ഫ്ലെക്സിബിൾ അല്ലാത്ത, അതാണ് എൻ്റെ അർത്ഥം. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് 20% ഫിക്സഡ്, അത് 5 രൂപയാണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് 160 രൂപ. തന്നിട്ടുള്ള യൂണിറ്റുകളൊക്കെ എന്താണ്, അല്ലെങ്കിൽ തന്നിട്ടുള്ള യൂണിറ്റ് പ്രൈസ് ഒക്കെ 10,000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴാണ് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ആ ബേസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനെ കാണാം. ഇപ്പോൾ 15 രൂപ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? അപ്പോൾ 10,000 × 15 1,50,000. അതെല്ലാ ലെവലിലും എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതിന് ശേഷമാണ്. പ്രിപ്പയർ എ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഫോർ പ്രൊഡക്ഷൻ ഫോർ 6,000, 7,000 ആൻഡ് 8,000 യൂണിറ്റ്സ്. നമ്മളോട് പറഞ്ഞിട്ടുള്ള 6,000-ലും 7,000-ലും 8,000-ലും എന്ത് ചെയ്യണം? ഈ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഡിഫറെൻറ്റ് ആക്ടിവിറ്റി ലെവലുകളിൽ എന്ത് വരയ്ക്കണം? ബഡ്ജറ്റിംഗ് വരയ്ക്കണം, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈ ക്ലാസ്സിൽ വർക്ക് ചെയ്യാനുള്ള സമയമില്ല, പ്രോബ്ലം വർക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ചുകൂടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്ന കാര്യം ഉണ്ടാവില്ല. അടുത്ത ക്ലാസ്സിൽ നേരിട്ട് എന്തിലേക്ക് പോകേണ്ടി വരും? പ്രോബ്ലത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.